സമയം പലപ്പോഴും ആരും ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കാണില്ല. ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ടൈം തന്നെയാണ്. അപ്പൊ ആ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് എന്തൊക്കെയാ പഠിച്ചത്? കുറെ കാര്യങ്ങൾ നമ്മൾ അറിയാതെ പഠിക്കുന്നതെന്ന് വേണേ പറയാം. നമ്മൾ ചിലപ്പോൾ പഠിക്കാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അധികം ഒന്നും പഠിക്കത്തില്ല. നമ്മൾ അറിയാതെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന എക്സ്പോഷർ തന്നെയാണ് ഏറ്റവും വലിയ പഠനമായിട്ട് വരിക. നമ്മൾ ഇപ്പം മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ആൾക്കാരായിട്ടുള്ള ഇൻട്രാക്ഷൻസ്, നമ്മൾ മീഡിയ ആയിട്ടുള്ള ഇൻട്രാക്ഷൻസ്, അല്ലെങ്കിൽ നമ്മൾ അതേ പ്രായത്തിൽ തന്നെ ഇപ്പം ഞാൻ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന സമയത്ത് തന്നെ ഞാൻ എംപ്ലോയേഴ്സിനെ വെക്കാൻ തുടങ്ങി. കാരണം എൻ്റെ ഓഫീസുകളിലെ ആൾക്കാരെ അപ്പോയിൻറ്റ് ചെയ്യാൻ തുടങ്ങി, അവരായിട്ടുള്ള ഇൻട്രാക്ഷൻസ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ എക്സ്പോഷർ കിട്ടും. ഇപ്പോൾ 24-ാം വയസ്സിൽ എങ്ങനെ അതിലേക്ക് എത്തി എന്ന് പറയുമ്പോൾ ഞാൻ കോളേജിലെ മാനേജ്മെൻറ്റ് കൂടെ, അതായത് കോളേജ് മാനേജ്മെൻറ്റിന് അവരുടെ കൂടെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അവരും നമ്മളെ ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് ചെയ്യും. അപ്പോൾ അവരും നമ്മളുടെ അടുത്ത് വളരെ അധികം എന്താ പറയുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജോബുകൾ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് കൊണ്ട് അവർ നമ്മളെ ഏൽപ്പിക്കും. ആ വർക്കുകൾ നമ്മൾ ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്ത് തീർക്കും. അപ്പോൾ ഇതൊക്കെ നമുക്ക് എക്സ്പോഷർ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അങ്ങനെയാണ് ഒരു കോളേജ്, ഇപ്പോഴും ആൾക്കാർക്ക് ഒരു കോളേജ് തുടങ്ങുന്നതിനെ പറ്റി ചിലപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. അത് വലിയ പ്രോസസ്സ് തന്നെയാണ്. ഒരു ഇൻഡസ്ട്രി തുടങ്ങുന്നതിനേക്കാൾ വലിയ പ്രോസസ്സാണ്. പക്ഷേ ആ പ്രോസസ്സ് ഇവരുടെയൊക്കെ ഹെൽപ്പ് കൊണ്ട്, ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യുന്നത് വഴി ഞാൻ ലേൺ ചെയ്തു. ആ ലേൺ ചെയ്തതാണ് എനിക്ക് ഏറ്റവും എളുപ്പത്തിൽ അത്രയും ചെറുപ്രായത്തിൽ തന്നെ അത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയത്.